അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ശനിയാഴ്ചത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 1 മണി 1:30 ട്രെയിൻ വരുന്നത്. അതുവരെ എന്ത് ചെയ്യുന്നുള്ള ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്നാൽ ലുലു മാളിൽ പോയി ഇരുന്നിട്ടൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയ സമയത്തായിരുന്നു ഇതൊന്നും എൻ്റെ കണ്ണിൽ പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി. അടിപൊളിയായിരുന്നു, നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ അവിടെ നിന്ന് ഈ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടാണ്. ഈ ഐസ്ക്രീം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഏറ്റവും എൻ്റെ കണ്ണ് തള്ളിപ്പോയത് ഇതിൻ്റെ റേറ്റ് കണ്ടിട്ടാ. 212 രൂപയാണ് ഈ ഒരു ഐസ്ക്രീമിന് വരുന്നത്. പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇത് ഐസ്ക്രീം പകുതിയും പോയത് ഇക്കാൻ്റെ വായിലേക്കാണ് കേട്ടോ. ആ ഒരു ചെറിയ ഒരു റോളിൻ്റെ ഉള്ളിലോട്ട് അതിൽ നിന്ന് തെച്ചു എന്നെ കൊണ്ട് ഇടിയേക്കും. അങ്ങനെ മൂപ്പറാണ് അത് പകുതിയും കഴിച്ച് തീർത്തത്. ഒന്നാമത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന് പുറത്ത് ആ ഒരു ബിസ്ക്കറ്റൊക്കെ എന്തോ വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയില്ല. അതിനുശേഷം നമ്മൾ പിന്നെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടാണ് ഈ ഒരു ഫിഷിനെ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ പോയി നോക്കിയത്. നല്ല രസമുണ്ട്. ഫിഷിൻ്റെ അതേ കളറിൽ തന്നെയാണ് അടിയത്ത് ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത് കല്ലേട്ട. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫിഷ് ഐറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് പറയുക, ഇവിടെ വന്നിട്ട് വാങ്ങാനൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത് കാണാൻ ഭയങ്കര ഒരു രസമായിട്ടോ. നമ്മളെ മട്ടൻ്റെ കിഡ്നിയും നല്ല മട്ടൻ്റെ തലച്ചോറ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ ലൈറ്റായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും പുറത്തു പോയിട്ട് വേറെ കഴിക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അമ്മ സാലഡ് ഐറ്റംസ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നില്ല ആ ഒരു അട്രാക്ഷനും ആ ഒരു കൊതിയേ ഉണ്ടാവുള്ളൂ. അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്ലേവർ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സാലഡ് എന്തൊക്കെ തരത്തിലാണെന്നറിയാം. ഓരോരോ ആൾക്കാർക്ക് അതൊക്കെ വാങ്ങിയിട്ട് പോകുന്ന കാണുമ്പോൾ തന്നെ ശരിക്കും ഇതൊക്കെ ഇവർ കഴിക്കാൻ തന്നെയാണോ എന്ന് വിചാരിച്ചു കൂട്ടോ. നല്ല നമുക്ക് കഴിക്കാൻ തോന്നിപ്പോവും, പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നില്ല. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അതുപോലെ അതൊക്കെ നമ്മൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു ഐസ്ക്രീം കണ്ടത് കേട്ടോ. എൻ്റെ അമ്പൂന്ത് രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് നോക്കി അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ബില്ല് പേ ചെയ്തതിന് ശേഷം നമ്മളത് ആ ഫുഡൊക്കെ എടുത്തിട്ട് ലുലു മാളിൻ്റെ മുകളിൽ പോയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. എന്താ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനായിക്കോട്ടെ. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇതായി ഒരു 2 തരം സാലഡും പിന്നെ ഒരു 2 ബർഗർ, പിന്നെ ഫിംഗർ ചിക്കൻ എന്നാട്ടോ ഇതിനെ പറയുന്നത്. ഇത്രയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുമ്പ് ഇതന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സാലഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഭയങ്കര ഒരു എരിവ് പോലെ. പിന്നെ ഇതൊരു ആപ്പിൾ സാലഡാട്ടോ. ആപ്പിളിൻ്റെ ഇതൊക്കെ ഇട്ടുള്ള എന്തൊക്കെയുണ്ട് അതിൽ. അതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല ഉള്ളിൽ കാണുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമതിൻ്റെ നാവിന് ചെറിയൊരു കുരുവെന്തോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു പുകച്ചിലായിരുന്നു ഇങ്ങനെ എരിവിലൊക്കെ തിന്നുമ്പോൾ. അപ്പോൾ ഈ ബർഗറിൻ്റെ ഉള്ളിൽ മറ്റെന്തോ ചില്ലി സോസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കടിക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ ഞാൻ എരിഞ്ഞിട്ട് അവിടെ തുള്ളി. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ ഇക്കാക്കനെ കൊടുത്തിട്ടാണ്. പിന്നെ ഇത് കോള ഉണ്ടായിരുന്നു. കോളയിൽ ഒരു ഐസ് ട്യൂബ് വരുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു എന്തോ പോലെ. അങ്ങനെ ഇതാ ഫിംഗർ ചിക്കനൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ആ ഒരു ബർഗറും ഈ ഒരു ഫിംഗർ ചിക്കനും ആയിരുന്നു കേട്ടോ. ഇവിടേക്കാണ് മസാല ദോശയൊക്കെ പിടിച്ചിട്ട് വെയിറ്റിംഗ് ആണ് ആൾക്കാർ എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടുത്തെ ഇതാ കുട്ടികളെ ഭാഗത്തോട്ട് പോയി. അവിടുന്ന് ഇങ്ങനെ ഓരോ കുട്ടികളിങ്ങനെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ എനിക്ക് മക്കളെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടാണ്. പക്ഷെ അവരെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് കൊണ്ടുവരാതിരുന്നത്. അങ്ങനെ ഇതാ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ടൈമായി അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നേരെ പോയി എവിടത്തോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവിടെ വെയിറ്റ് ചെയ്തിടാ. ട്രെയിൻ കയറിയപ്പോൾ വലിയ തിരക്കായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് മുകളിൽ സീറ്റ് കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഒന്നാമത് രാത്രിയല്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.